ജമ്മു കശ്മീരിലെ അനന്തനാഗ് എന്ന ജില്ലയിലെ പഹൽഗാമിനടുത്ത് ബൈസാരൻ വാലിയിൽ ഒരു അപ്രതീക്ഷിതമായിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു സംഭവം ഉണ്ടായി. പതിവ് പോലെ വിനോദസഞ്ചാരികൾ അവിടെ കാഴ്ചകൾ കാണാൻ വന്നു നിൽക്കുമ്പോൾ പെട്ടെന്ന് പൊടുന്നനെ അവരുടെ അടുത്തേക്ക് ഇന്ത്യൻ പട്ടാളത്തിന്റെ വേഷത്തിൽ കുറെ ആളുകൾ വന്ന് മതം ചോദിക്കുന്നു. നീ മുസൽമാനോ, നീ ഹിന്ദുവോ എന്ന് ചോദിച്ച് മുസൽമാനോട് മാറി നിൽക്കാനും ഹിന്ദുവിനെ തൽക്ഷണം വെട്ടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. ഈ ഒരു ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് ഒരു വർഷമാകുന്നു. 2025 ഏപ്രിൽ 22-നാണ് പഹൽഗാം അറ്റാക്ക്, ഇന്ത്യ കണ്ട രണ്ടാമത്തെ ഏറ്റവും വലിയ ഭീകരാക്രമണം നടന്നത്. ഇന്ന് അതിന് ഒരാണ്ട് തികഞ്ഞിരിക്കുകയാണ്. ഈ ഒരു വേളയിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു പരാമർശം നടത്തുകയുണ്ടായി. അതായത് ഓപ്പറേഷൻ സിന്ദൂർ, ബാൽക്കോട്ട് ഇതെല്ലാം മായാജാലക്കാരന്റെ മായാവിദ്യയാണെന്നാണ് പറഞ്ഞത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. വീഡിയോയിലേക്ക്. The magician of Balakot, the magician of demonetization, the magician of Sindhur has suddenly got caught. Why? Yeah. Because he was No. കണ്ടല്ലോ, മായാജാലക്കാരനെ മായവിദ്യയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മായാജാലക്കാരന്റെ ഏതുതരം മായാവിദ്യയാണ് അവിടെ കണ്ടത്? പഹൽഗാമില് ഭർത്താവിനെ വെടിവെച്ച് കൊന്നത് സ്വന്തം ഭാര്യയുടെയും അച്ഛനെ കൊന്നത് സ്വന്തം മക്കളുടെയും കൺമുന്നിൽ വെച്ചിട്ടാണ്. ഇന്നേക്ക് ഒരു വർഷം തികയുമ്പോഴും ഇപ്പോഴും അവരൊന്നും അതിൽ നിന്ന് റിക്കവർ പോലും ആയിട്ടില്ല. കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് അത്രത്തോളം വിലപ്പെട്ട വ്യക്തികളാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പഹൽഗാം അറ്റാക്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എത്തുന്ന ഒരു ചിത്രമുണ്ട്. വിനയ് നർവാളിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഹിമാൻഷി നർവാളിന്റെയും ചിത്രം. കാരണം തന്റെ ഭർത്താവിന്റെ ചേതനയറ്റ ശരീരത്തിന്റെ തൊട്ടടുത്ത് നിന്ന് കരയാതെ നിശബ്ദയായിട്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണ് പഹൽഗാം അറ്റാക്കിൽ നമ്മൾ ഇന്നും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. വിനയ് നർവാൾ എന്നത് ഒരു നേവി ഓഫീസറാണ്. 7 ദിവസമേ കഷ്ടിച്ച് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ വിവാഹം കഴിഞ്ഞിട്ട്. തന്റെ മധുവിധു ആഘോഷങ്ങളിൽ തകൃതിയായിട്ട് നടക്കുമ്പോഴാണ് അവിചാരിതമായിട്ട് ഈ ഒരു സംഭവം അവിടേക്ക് കടന്നു വരുന്നത്. ദുരന്തം തന്നെ കടന്നു വരുന്നത്. കാരണം തീവ്രവാദികൾ അവരെയും വെറുതെ വിട്ടില്ല. ഹിമാൻഷിയുടെ അടുത്ത് നിന്നിരുന്ന വിനയ് നർവാളിനോട് മതം ചോദിച്ചു. ഹിന്ദുവാണെന്ന് അറിഞ്ഞപ്പോൾ ഓൺ ദ സ്പോട്ടിൽ ഹെഡ് ഷോട്ട് ചെയ്തു കൊല്ലപ്പെടുത്തി. കലിമ അറിയോന്ന് ചോദിക്കുന്നുണ്ട്. കലിമ ചൊല്ലാൻ അറിയില്ല എന്ന് പറഞ്ഞവരെയും കൊല്ലപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഹിമാൻഷി നർവാളിന്റെ വാക്കുകൾ കേട്ടിട്ട് വരാം. ഏതൊരു സ്ത്രീയുടെയും ഏതൊരു ഇന്ത്യക്കാരന്റെയും മനസ്സ് നോവിക്കുന്ന രീതിയിലാണ് ഹിമാൻഷി നർവാളിന്റെ വാക്കുകൾ. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയാകുന്നതിന് മുന്നേ തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു. എന്തോരം സ്വപ്നങ്ങൾ മെനനിട്ടായിട്ട് ഒരു വിവാഹത്തിന് ഒരു ആണും പെണ്ണും തയ്യാറാകുന്നത്. ലൈഫ് ലോങ് ഒരുമിച്ച് ജീവിക്കാൻ, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ മധുവിധു ആഘോഷങ്ങളിൽ അത് തീരാതെ, അതായത് ഇനിയും അടുത്തടുത്ത സ്ഥലങ്ങൾ എവിടെ പോകണം, എങ്ങനെ ജീവിക്കണം, ഏറ്റവും പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഒരൊറ്റ നിമിഷം കൊണ്ടാണ് അതെല്ലാം തകർത്ത് കളഞ്ഞത്, ഛിന്ന ഭിന്നമാക്കി കളഞ്ഞത്. ഇതെല്ലാം പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് മജീഷ്യന്റെ മായാജാല വിദ്യയാണല്ലേ. ഇതിനെ മായാജാല വിദ്യയായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ശരിക്കും മായാജാലത്തിൽ മുങ്ങിക്കിടക്കുന്നത് നിങ്ങളല്ലേ. കാരണം ഹിമാൻഷി നർവാളിന്റെ വാക്കുകൾ തന്നെ അതിന് ഉദാഹരണമാണ്. തന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ വേദനയാണ് അതിലൂടെ പറയുന്നത്. കാണുന്നവർക്ക് എന്താ, ഒരു വർഷമായില്ലേ, അവൾ വേദന സഹിച്ചോളും, അവൾ പതിയെ മറന്നോളും. പക്ഷേ സ്വന്തം ഭർത്താവിന്റെ ചേതനയേറ്റ ശരീരം മുന്നിൽ കാണേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ അതിനേക്കാൾ ഹൃദയഭേദകവുമാണ്, മാനസിക വിഭ്രാന്തിയും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് തന്റെ ഭർത്താവിന്റെ ജീവൻ തന്റെ കൺമുന്നിൽ തന്നെ എടുക്കുന്ന ഒരു അവസ്ഥ. ഇത് ഒരു സ്ത്രീയുടെ കഥയാണ്. ഇനി വേറൊരു കഥ കൂടി ഞാൻ പറഞ്ഞു തരാം, അതായത് റിയാലിറ്റി പറഞ്ഞു തരാം. സ്വന്തം അച്ഛന്റെ മരണവും മുന്നിൽ കണ്ട ഒരു മകളുടെ വേദനയും ഇതിനൊപ്പം നമുക്ക് കൂട്ടിച്ചേർക്കാം. കലിമ ചൊല്ലാൻ അറിയുമോ എന്നാണ് അവിടെ ചോദിച്ചത്. കലിമ ചൊല്ലാൻ അറിയില്ല എന്ന് പറഞ്ഞതും അച്ഛനെ വെടിവെച്ചു എന്നാണ് പറഞ്ഞത്. അത് മലയാളിയാണ്. ആ വാക്കുകൾ കൂടി നമുക്ക് കേട്ടിട്ട് വരാം. അയാൾ ആദ്യം ഷൂട്ട് ചെയ്തപ്പോഴേക്കും എല്ലാവരും ഒന്ന് ഫ്രോസൺ ആവുമല്ലോ ഇയാളെ കണ്ടിട്ട്. അപ്പോൾ അപ്പൊ പല പല ഗ്രൂപ്പ്, ഞാൻ, അച്ഛൻ, മക്കളൊരെണ്ണം, വേറെ ആൾക്കാർ, അങ്ങനെ അയാൾ ഓരോ ഗ്രൂപ്പിന്റെ അടുത്ത് പോയി എന്തോ ചോദിക്കേണ്ടായിരുന്നു. ഷൂട്ട് ചെയ്യും, മറ്റേ ഗ്രൂപ്പിന്റെ അടുത്ത് ഷൂട്ട് ചെയ്യും. അപ്പൊ നമ്മളെല്ലാരും നമ്മളോട് കിടക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങള് കിടക്കായിരുന്നു. അപ്പൊ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അയാൾ ഒരു വേർഡാണ് ചോദിച്ചേ. അതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ലായിരിക്കും. ഖലീമ, കൽമ, കലീമ, അങ്ങനെ
അത് 2 പ്രാവശ്യമേ ചോദിച്ചുള്ളൂ. അപ്പൊ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അച്ഛനെ ഷൂട്ട് ചെയ്തു എന്റെ മുമ്പിൽ വെച്ചു. അപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അച്ഛനെ ഹഗ് ചെയ്യുള്ളൂ. അപ്പൊ ഹഗ് ചെയ്തു. അപ്പൊ എന്റെ തലയിൽ അത് ഇങ്ങനെ പോക്ക് ചെയ്ത പോലെ വെച്ചിട്ട് പിള്ളേര് സ്ക്രീമിങ് ആൻഡ് ക്രൈയിങ് ആയിരുന്നു. അപ്പോൾ അയാൾ അത് എന്റെ തലയിൽ നിന്ന് എടുത്തിട്ട് ഹി വാക്ക്ഡ് ഓഫ്. പിന്നെ ഞാൻ അവിടെ വേറെ എന്റെ അച്ഛൻ ഇമ്മീഡിയറ്റ്ലി ഡെത്ത് ആണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് അച്ഛന്റെ ബ്ലീഡിങ് മാറ്റം എന്തെങ്കിലും വെച്ചിട്ട് കൊണ്ടുപോകും അങ്ങനെയൊന്നും എനിക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എന്റെ മക്കളെയും കൊണ്ട് കേട്ടല്ലോ. ഇതെല്ലാം മായാജാലക്കാരന്റെ മായവിദ്യയാണെന്ന് ഇപ്പോഴും രാഹുൽ ഗാന്ധി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് ഭാവിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനുള്ള യോഗ്യതയുള്ളത്? ഇനി മൂന്നാമതൊരു കാര്യം കൂടി, അവിടെ നടന്ന സംഭവത്തിൽ, അതായത് എത്രയും പേരെ കൊന്നു കളഞ്ഞപ്പോൾ തന്റെ ഭർത്താവിനെ കൊന്ന തീവ്രവാദിയോട് ഒരു വീട്ടമ്മ, ഒരു ഭാര്യ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്നെ കൂടി തനിക്ക് കൊന്നൂടെ, താങ്കൾക്ക് കൊന്നൂടെ? അപ്പോൾ തീവ്രവാദി പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: പോയി മോദിയോട് ചോദിക്കൂ, മോദിയോട് പറയൂ എന്നാണ്. അങ്ങനെ അവർ മോദിയോട് പറഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അവരുടെ കണ്ണുനീര് കണ്ടു, കേട്ടു. ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞതിന് പ്രതികാരമായിട്ട് തന്നെയാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ കൊടുത്തത്. അതിന്റെ തലപ്പത്തിരിക്കുന്നതാണെങ്കിലോ സ്ത്രീകൾ തന്നെയാണ്. ഇതിനേക്കാൾ ഒരു അഭിമാനകരമായ നിമിഷം സ്ത്രീകൾക്ക് വേറെ ലഭിക്കാനുണ്ടോ? ഒരിടത്ത് സ്ത്രീകളുടെ കണ്ണുനീര് വീഴ്ത്തിയെടുത്ത് പകലും സ്ത്രീകൾ തന്നെ ചോദിക്കുന്ന ഒരു കാഴ്ച. ഇതാണ് നമ്മുടെ ശരിക്കും ഉള്ള മറുപടി അല്ലെങ്കിൽ റിവഞ്ച് എന്ന് പറയുന്നത്. പണ്ട് 2008 മുംബൈ അറ്റാക്ക് നടന്നപ്പോൾ തിരിച്ചടിക്കാൻ പറ്റാതെ പോയ കോൺഗ്രസ് ആണ് ഇപ്പോൾ, അതായത് 2025 ഏപ്രിൽ 22 പഹൽഗാം അറ്റാക്കിന് മറുപടിയായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ നടത്തി കഴിഞ്ഞപ്പോൾ അതിൽ എത്ര വിമാനങ്ങൾ തകർന്നു എന്നതിന്റെ കണക്കെടുക്കാൻ നടക്കുന്നത്. ഇതൊക്കെയാണ് ഭാവിയിലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമെന്ന് സ്വയം വിശ്വസിച്ച് നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഒരു അവസ്ഥ. വല്ലാത്ത അവസ്ഥ, ദുരവസ്ഥ എന്നേ എനിക്ക് പറയാനാകുള്ളൂ. കാരണം ഇന്ത്യയിലെ ഒരു പ്രശ്നം വരുമ്പോൾ ഇന്ത്യയിലെ ആളുകൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അത് രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. എന്നാലാണ് രാജ്യത്തിന് ഒരു ഐക്യം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇവിടെ ആ ഐക്യം ഇപ്പോഴുണ്ടോ? കാരണം ഇപ്പോഴും ഓപ്പറേഷൻ സിന്ദൂർ അതൊരു വിഭാഗം ആളുകളുടെ മാത്രം കെട്ടിച്ചമച്ചൊരു കഥയാണെന്ന് വിശ്വസിക്കുന്നവര് ഏറെയും രാഹുൽ ഗാന്ധിയുടെ അന്ധഭക്തരാണ്. ഈ അന്ധഭക്തരെ നമുക്ക് ഒരിക്കലും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുകയില്ല. കാരണം അത് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ തലപ്പത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ചിന്താഗതി തന്നെ മാറണം. അദ്ദേഹത്തിന് അത് മാറാനും പോകുന്നില്ല, മാറ്റാൻ ആർക്കും പറ്റുകയുമില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ അന്ധഭക്തർക്ക് ഇതേപോലെ തന്നെ മൊഴിഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകൾ വേദവാക്യമാക്കുന്നവർക്ക് ഇതെല്ലാം ഒരു കെട്ടുകഥ തന്നെയാണ്, ഒരു പ്രൊപ്പഗണ്ട തന്നെയാണെന്ന് പറയും. ആ പ്രൊപ്പഗണ്ടയാണെന്ന് പറയുന്നവർ ഇത്രയും അനുഭവസ്ഥരായ സ്ത്രീകളുടെ, അതായത് സ്വന്തം ഭർത്താവിനെയും സ്വന്തം അച്ഛനെയും സ്വന്തം സഹോദരനെയും കുടുംബത്തിന്റെ അത്താണിയും വരെ നഷ്ടപ്പെട്ടു പോയ സ്ത്രീകളുടെ യഥാർത്ഥ അവസ്ഥയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയത്. ഇനിയും നിങ്ങൾക്ക് ഇതൊക്കെ ഒരു പ്രൊപ്പഗണ്ടയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മരവിച്ച മനസ്സിന്റെ, മനുഷ്യത്വത്തിന്റെ അവസ്ഥയാണ്. അതിനെ മാറ്റാൻ ഈ നാട്ടിൽ ആർക്കും സാധിക്കുകയില്ല. കാരണം നിങ്ങൾ ഒന്ന് ഓർത്താൽ മതി, നിങ്ങളുടെ മനസ്സിലെ മനുഷ്യത്വം മരവിച്ചു കഴിഞ്ഞിരിക്കുന്നു.